മക്കളെ നമസ്കാരം. പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വഴി ചെറിയതായിട്ട് മാറിയാണ് പോകുന്നത്. അതിക്ക് മുന്നേ നമുക്ക് വന്ന വഴി ഒന്നും കൂടി സഞ്ചരിക്കാം. നോക്കിയേ, ചെടി വണ്ണസ് എന്താണെന്ന് അറിയാലോ? ആ. നമ്മൾ പറയുന്ന 36 വ്യഞ്ജനങ്ങളും ആ എന്നുള്ള ശബ്ദത്തിലാണ് അവസാനിക്കുന്നത്. അതാണ് വ്യഞ്ജനങ്ങൾ. അടുത്ത് വലത്തേക്ക് പോകുന്ന 6 കൊമ്പുകൾ, 6R ഏതെല്ലാമാണ്? ആ, ഇ, ഈ, ഉ, ഊ, ഋ. ഓരോന്നിലും ഓരോ ഇലകൾ. കാ, കി, കീ, കു, കൂ, കൃ. ഈ കാ എന്നുള്ള സ്ഥലത്ത് നമുക്ക് 36 വ്യഞ്ജനങ്ങളെയും വെക്കാം. അതിനുശേഷം ഇടതു ഭാഗത്തേക്ക് 3 കൊമ്പുകൾ പോകുന്നുണ്ട്. എ, എ, ഐ. ഓരോ ഇലകൾ. കെ, കേ, കൈ. നമ്മൾ ഏത് നൊട്ടേഷനാണ് കൊടുക്കുന്നത്? 3L. പിന്നെ താഴ്ത്തണ്ടിട്ട് നേരെ മുകളിലേക്ക് പോകുന്ന 2 കൊമ്പുകളിൽ ഒ, ഓ. പൂക്കളാണ്. പൂക്കൾ എന്താണ്? കൊ, കോ. അവിടെ എന്താണ്? ഇടതും വലതും ചിഹ്നങ്ങൾ അല്ലെ? 6R വലത് ചിഹ്നം, 3L ഇടത് ചിഹ്നം, 2S ഒ, ഓ, ഒ, ഓ. ഇടതും വലതും ചിഹ്നങ്ങൾ. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നത് വലതു ഭാഗത്തേക്ക് ഒരു കൊമ്പ്. അതിന്റെ പേരാണ് ഔ. അപ്പൊ ഇല എന്തായിരിക്കും? കൗ. ചിഹ്നം എന്താണ്? അതിന് പറയുന്നത് ഔ ചിഹ്നം എന്നാണ്. നമ്മള് ഊ, ഈ ഇതൊക്കെ എഴുതിയപ്പോഴും സ്വരങ്ങളുടെ കൂടെ ചേർത്ത ചിഹ്നമാണിത്. പക്ഷെ ഈ എഴുതിയപ്പോൾ വ്യഞ്ജനത്തിന് നമ്മൾ കെട്ടുവള്ളി ശബ്ദം കൊടുക്കാൻ ഊവിന് ഊകാരമാണ് കൊടുത്തതെങ്കിൽ കൗ എഴുതുമ്പോൾ ഔ ചിഹ്നം തന്നെയാണ് കൊടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഔവിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ അക്ഷരങ്ങൾ 15 എന്ന് പറഞ്ഞാലും കൃത്യമായിട്ട് സ്വരാക്ഷരങ്ങൾ 13 ഉള്ളൂ. കാരണം അടുത്ത അക്ഷരങ്ങൾക്ക് അവിടെ ഏത് വ്യഞ്ജനവും ചേർക്കാം, ഏത് സ്വരവും ചേർക്കാം, അക്ഷരം ചേർക്കാം. ചിഹ്നത്തിനാണ് പ്രത്യേകത. അപ്പൊ ഇതെന്താണ്? 13ാമത്തെ സ്വരാക്ഷരം, അവസാനത്തെ സ്വരാക്ഷരം. പിന്നെയോ ചിഹ്നം പറയണമെങ്കിൽ 12ാമത്തെ ചിഹ്നം. എന്നാലും ചിഹ്നമില്ലല്ലോ. പിന്നെയും എന്താ പ്രത്യേകത? അതിന്റെ ഉപചിഹ്നം തന്നെയാണ് വ്യഞ്ജനത്തിന്റെ കൂടെയും ശബ്ദം കൊടുക്കാൻ ചേർക്കുന്നത്. നമുക്കപ്പോ നോക്കാലോ. നമ്മുടെ 2 വരിയിൽ എന്താ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ഔ എന്നുള്ള വാക്കുകൾ മാത്രം ഈ ഭാഗത്ത് ചിഹ്നം ചേർത്തിട്ട് ഇവിടെ നമ്മൾ സെന്റൻസ് എഴുതും. ഇനി നമുക്ക് എന്തൊക്കെ എടുക്കാം? നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ സ്വരാക്ഷരങ്ങളും എടുക്കാം. 36 വ്യഞ്ജനങ്ങളിൽ എല്ലാ സ്വരാക്ഷരങ്ങളുടെയും ചിഹ്നം ചേർക്കാം. ചില്ലക്ഷരങ്ങളും കൂടെ വരാം. നമ്മൾ തൽക്കാലം വേണ്ടെന്ന് വെച്ചേക്കുന്നത് എന്താ? അനുസ്വാരം വേണ്ട, വിസർഗം വേണ്ട, കൂട്ടക്ഷരങ്ങളും വേണ്ട. അപ്പൊ അവിടെയും ഒരു ചിഹ്നം വരുന്നത്. ഏത് ചിഹ്നമാണ്? ചന്ദ്രക്കല. നമുക്ക് തുടങ്ങാമല്ലോ. സാധാരണ നമ്മൾ ഔ എന്നുള്ള ഇത് പഠിക്കുമ്പോൾ ഔഷധം എന്നൊക്കെ എഴുതും. പക്ഷെ ഇപ്പൊ നമുക്കത് എഴുതണ്ട. കാരണം അതിനകത്ത് ഒരു അനുസ്വാരം എന്നുള്ള ചിഹ്നമുണ്ട്. ഔഷധശാല അത് എഴുതാം. നമ്മൾ പഠിച്ചതാണല്ലോ ചിഹ്നം. ഷാ, ഔഷധശാല. ഔപചാരികത, ഫോർമാലിറ്റി എന്നൊക്കെ പറയുന്നത്. തൽക്കാലം 2 വാക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് എഴുതണം. ഇനി ഔ എന്നുള്ള ചിഹ്നം വെച്ചിട്ടാണ് അവിടെ നമുക്ക് എല്ലാ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എഴുതാം. അനൗൺസർ, നമ്മൾ കമന്ററി ഒക്കെ പറയില്ലേ, അനൗൺസ് ചെയ്യുന്നു. അനൗൺസർ. അലൗകികമായ. ഇനി നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളിലാണെങ്കിൽ കൗരവർ, ഗൗതമൻ, ഗൗളി, ജൗളി. നമ്മൾ ടെക്സ്റ്റൈലിനോട് ബന്ധപ്പെട്ടുള്ളതിനാണ് ജൗളിക്കട എന്നൊക്കെ പറയുന്നത്. നൗക, പൗളി, പൗഡർ, പൗരൻ. പിന്നെ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോൾ ഫൗള് കാണിക്കണം എന്ന് പറയും അല്ലേ? ഫൗൾ. പാലമുണ്ട്, ഹൗറ, കൽക്കട്ടയിൽ ഹൗറ. റൗഡി, ലവ്, ലൗകികമായ എഴുതാം. ഇനി നമ്മൾ സെന്റൻസുകൾ. നിങ്ങൾ പല്ലിനെ കണ്ടിട്ടില്ലേ? പല്ലിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ പല്ലി അവിടെ വാല് മുറിച്ചിട്ട് പല്ലി പോകും. നമ്മളൊപ്പം വാല് ചത്തത്, പക്ഷെ വാല് ചെയ്യും അനങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന് പറ്റിയ ഒരു സെന്റൻസ്. ഗൗളിയുടെ വാലിൽ കുസൃതി. ശരിക്കും ഒരു കുസൃതിയാണ് അവിടെ കാണിക്കുന്നത്. ജീവൻ രക്ഷയാണ് കാണിക്കുന്നത് കേട്ടോ. എല്ലാ ചിഹ്നങ്ങളും ഇല്ല. ഒരു ഔ എന്നുള്ള ചിഹ്നം കൊടുത്തിട്ടൊരു വാക്ക്. ഇനി എല്ലാ ചിഹ്നങ്ങളുമുള്ള ഒരു സെന്റൻസ്. ഒരിത്തിരി നീണ്ട സെന്റൻസ് ആണെങ്കിലും സിമ്പിൾ ആണ്. ആദ്യം ഞാൻ ഒറ്റടിക്ക് വായിക്കാം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ലോകമറിയാനെൻ പെരുമയേറാൻ ഏതു വേഷമാണീ ഭൂവിലിടുക ഞാൻ. സൗഹൃദമോ കൗശലമോ, ദൈവികമോ പൈശാചികമോ,
കൊലവിളിയോ പോർവിളിയോ, പറയൂ പറയൂ സോദരരെ. ഔ വരെയുള്ള ശബ്ദമുണ്ട്, ചിഹ്നങ്ങളുമുണ്ട് കേട്ടോ. വേണ്ടല്ലോ. ഈ സെന്റൻസ് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർക്ക് മാനുഷികമാണ്. നമുക്ക് പേര്, പെരുമ, പ്രശസ്തി എല്ലാം നല്ലതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് പല വഴികളും നമ്മൾ സ്വീകരിക്കും. പക്ഷേ നമ്മൾ സ്വീകരിക്കുന്ന വഴികൾ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ അത് പാരയായിട്ട് മാറാം. ഇപ്പൊ ഓരോ മനുഷ്യരിലും നന്മയുമുണ്ട് തിന്മയുമുണ്ട്. അങ്ങനെ 100% നന്മ നിറഞ്ഞവരും 100% തിന്മ നിറഞ്ഞവരും ഉണ്ടാവില്ല. പക്ഷെ സാഹചര്യങ്ങൾ ഒക്കെ ആയിട്ട് ബന്ധമുണ്ട് നമ്മുടെ ജീവിതത്തിന്. അപ്പൊ ഇവിടെ ലോകമറിയാനൻ പെരുമയേറാൻ, ലോകമറിഞ്ഞ എന്റെ പെരുമ, പ്രശസ്തി കയറാനായിട്ട് ഏത് വേഷമാണ് ഈ ഭൂമിയിൽ ഞാൻ ഇടുക, ഞാൻ ഏത് വേഷം ധരിക്കണമെന്ന്. സൗഹൃദമോ കൗശലമോ, ഞാൻ സൗഹാർദ്ദപരമായിട്ട് പെരുമാറണോ അല്ലെങ്കിൽ സൂത്രശാലിയായിട്ട് നിൽക്കണോ? രണ്ടുള്ള ആളുകളുണ്ടല്ലോ. രണ്ട് സ്വഭാവം ഒരാളിലുള്ളതും ഉണ്ട് കേട്ടോ. ദൈവികമോ പൈശാചികമോ, നമുക്ക് നല്ല രീതിയിൽ ദൈവികമായിട്ട് ഉയരാൻ പറ്റില്ലെങ്കിലും പൈശാചികത്വത്തിലേക്ക് പോകാണ്ടിരിക്കുന്നത് നല്ലത്. കൊലവിളിയോ പോർവിളിയോ, എവിടെയും പരസ്പരം കൊലവിളി പോർവിളി അല്ലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് പറയൂ പറയൂ സോദരരെ. അപ്പൊ ഒരിക്കൽ കൂടെ ഒന്നിച്ച് ഞാൻ വായിക്കാം കേട്ടോ. ലോകമറിയാനൻ പെരുമയേറാൻ ഏതു വേഷമാണ് ഈ ഭൂവിലിടുക ഞാൻ, സൗഹൃദമോ കൗശലമോ, ദൈവികമോ പൈശാചികമോ, കൊലവിളിയോ പോർവിളിയോ, പറയൂ പറയൂ സോദരനെ. എല്ലാ ചിഹ്നങ്ങളും വന്നു. നമ്മുടെ 13ാമത്തെ അക്ഷരവും കഴിഞ്ഞ് ഇനി നമുക്ക് 2 ചിഹ്നങ്ങളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവരും 2 ലൈനിലൊക്കെ എഴുതണം. അടുത്ത ദിവസം കാണാം.